കിഷ്കിന്ദ കാന്തം നമ്മുടെ ആസിഫ് അലിയുടെ പുതിയ സിനിമ ഇന്നലെയാണ് തിയേറ്ററിൽ എത്തിയത്. റമിൻ്റെ ഒപ്പമായിരുന്നു റിലീസ്. ഞാൻ ഇന്നലെ റം കണ്ടു. ഇന്നാണ് ഈ സിനിമ കണ്ടത്. ആസിഫിക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അപർണ ബാലമുരളിയാണ് നായിക. പിന്നെ വിജയരാഘവൻ ചേട്ടൻ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. ശരിക്കും ഈ സിനിമയിലൊരു നായകനെന്ന് നമുക്ക് മുൻനിരയിൽ പറയാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ ചെയ്ത ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിൻജിത്ത്, അങ്ങനെയാണ് ഞാൻ പേര് കണ്ടത്, ഡിൻജിത്ത്. ഓക്കെ, ഫസ്റ്റ് പടം തോന്നുന്നു, പുതുമുഖ സംവിധായകനാണ് തോന്നുന്നു. ഇതിന് മുമ്പ് പടം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കണത്. എൻ്റെ അറിവിൽ ഫസ്റ്റ് പടം ആയിരിക്കണം പുള്ളിയുടേത്. ഓക്കെ, അപ്പോൾ സിനിമയിലോട്ട് വരാണെങ്കിൽ പടം എനിക്ക് അത്യാവശ്യം കൊള്ളാവുന്നൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ക്ലൈമാക്സ്, അവസാനത്തെ ഒരു 10 മിനിറ്റാണ് എനിക്ക് ഈ സിനിമയിൽ നന്നായിട്ട് വർക്കായൊരു ഭാഗം എന്ന് പറയുന്നത്. അതുവരെ സിനിമ മോശം എന്നല്ല പറയണം, പക്ഷെ അതുവരെ പടത്തിൽ ചെറുവക ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനിമ 2 മണിക്കൂർ 5 മിനിറ്റ് ഉള്ളൂ, എന്നാൽ പോലും പടം സ്ലോ ആയിട്ടാണ് സിനിമയുടെ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലൊരു ലാഗ് ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്തു, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ ആ ഒരു ഇൻ്റർവൽ സീനൊക്കെ നന്നായിട്ടുണ്ട്. അവിടെയൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു ഉണർവ് കിട്ടുന്നത്. സെക്കൻഡ് ഹാഫും അത്യാവശ്യം നല്ലൊരു ഒരു ഡീസൻറ്റ് ലെവലിലാണ് സിനിമ പോണത്. ഭയങ്കര സംഭവം എന്ന് പറയാനൊന്നുമില്ല. ഇപ്പം ഇന്നലെ ഭയങ്കരമായിട്ടുള്ളൊരു റിവ്യൂസ് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയില്ല, പക്ഷെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സിനിമ. നല്ലൊരു പുതുമയുണ്ട് ഈ സിനിമയ്ക്കകത്ത്, അതാണ് എടുത്തു പറയേണ്ട. ഒരു പുതുമ ഫീൽ ചെയ്ത ഒരു സിനിമ വരുന്നത്. കാരണം ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലാവും. ക്ലൈമാക്സ് ആണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു ക്ലൈമാക്സ് ആയിരുന്നു ഈ സിനിമയുടെ. അതിലെ ചില ഡയലോഗ്സൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ ചേട്ടൻ്റെ പെർഫോമൻസ് എടുത്തു പറ, പുള്ളി നൈസായിട്ടുണ്ട്. പടത്തിലെ ആസിഫ് അലിനെ വരെ സൈഡാക്കി കളഞ്ഞു പുള്ളി. വിജയരാഘവൻ ചേട്ടൻ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആസിഫ് അലിയും നന്നായിട്ടുണ്ട്, പുള്ളിയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ ഒരു റോൾ അഭിനയിച്ചിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. ചെറിയ റോളാണ്, ഇപ്പോൾ ഒരുവിധം സിനിമകളിലൊക്കെ പുള്ളി ഉണ്ട്. ജഗദീഷ് ചേട്ടൻ്റെ ഒരു റോള്, കുറച്ച് സീൻസുള്ള റോള് നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തൊരു സിനിമ, ഒരു പുതുമ ഉള്ളൊരു അനുഭവം, അങ്ങനെയാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. നമുക്ക് ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കൊള്ളാവുന്ന ഒരു സിനിമ, ഒരു പുതുമയുണ്ട്. പുതുമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരെന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സിനിമ തന്നെയാണത്.